Hello friends, welcome to my frocks. ഇന്ന് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും പ്രയോജനമുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് ഈ കട്ട് പീസിൽ നിന്നോ അല്ലെങ്കിൽ പഴയ തുണിയിൽ നിന്നോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയും നമ്മൾ പൊതുവെ കടയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പൈസയൊന്നും ചിലവില്ലാതെ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് കൊണ്ട് അതൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതെൻ്റെ വേറൊരു ചാനലാണ് മൈ ഫ്രോക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാനിത് ഒരു വർഷം ആകുന്നു തുടങ്ങിയിട്ട്. ഇതിലും സ്റ്റിച്ചിങ് വീഡിയോസ് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തയ്യൽ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സും ഈ ചാനലിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതുകൂടി കയറി ഒന്ന് നോക്കുക. ബിഗിനേഴ്സിന് പറ്റിയോ കുറേയധികം വീഡിയോസ് ഞാൻ അതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് കട്ട് പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പം കട്ട് ചെയ്ത ഒരു നൈറ്റിയുടെ പീസിൻ്റെ ബാക്കിയൊക്കെ വന്നതാണ് ഇതൊക്കെ. കണ്ടോ, ഇപ്പം ഞാനിത് മാറ്റുന്നില്ല. ഈ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന പീസാണ്. ഇത്രയുണ്ട് ഇതിൻ്റെ വീതി വന്നിട്ട്. അപ്പോൾ ഇത്രയും വീതിയിൽ ക്ലോത്ത് കട്ട് പീസുകൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ 2-3 തുണി കൂട്ടി തയ്ച്ചെടുത്താലും മതി. അതുപോലെ ഇതിൻ്റെ താഴത്തെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് എടുക്കുന്നുവെന്നേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആണെങ്കിൽ അങ്ങനെയും എടുക്കാം. ആദ്യം ഞാൻ ഈ ക്ലോത്തിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ക്ലോത്ത് പൈപ്പിംഗ് വെച്ച് തയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ മടക്കി തയ്ക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അടിഭാഗം ഞാൻ ഇവിടെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് നീളമാണ് ഇതിനുള്ളത്. നീളമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. പിന്നെ 10 ഇഞ്ച് നീളമാണുള്ളത്. വീതി വന്നിട്ട് 5 ഇഞ്ച് വീതിയുമുണ്ട്, 5.25 ഇഞ്ച് വീതിയോളം ഉണ്ട്. അപ്പോൾ ഇനി ഈ ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് നമ്മൾ ഈ അടിയിൽ തയ്ച്ചെടുത്ത ഈ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് ഇങ്ങനെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ പാവാടയ്ക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കത്തില്ലേ, അതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക. ഈ ക്ലോത്തിലേക്ക് ഇതിങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ എടുത്ത തുണിക്ക് 10 ഇഞ്ച് വീതി 10 ഇഞ്ച് നീളം വേണ്ട എന്നുള്ളവർക്ക് അതനുസരിച്ച് കുറച്ചും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മീതേക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഞാനൊരു 4 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഈ തുണി വെച്ച് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എൻഡിങ്ങിലും 4 ഇഞ്ച് തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഈ എടുത്ത അതേ സെയിം മെഷർമെൻറ്റിൽ ഒരു ക്ലോത്ത് ഇതുപോലെ തന്നെ ഒരു കട്ട് പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മീതേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഈ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ, ഈ 2 സൈഡും, അതായത് ഈ തുണിയെ കൊള്ളരുത്. താഴെ ഈ 2 തുണികൾ തമ്മിൽ ഇവിടെ ഇങ്ങനെ കൂട്ടി തയ്ക്കുക. അതുപോലെ തന്നെ അതിനാണ് ഈ ഗ്യാപ്പ് ഇട്ടത്, ഇത്രയും സീം അലവൻസ് പോലെ ഇട്ടത്. ഇവിടേക്കും ഈ ക്ലോത്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കൂട്ടി തയ്ക്കുക. ഈ ക്ലോത്ത് ഞാൻ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഈ ക്ലോത്തിൽ കൊള്ളാതെ ഇവിടെയും ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഈ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക. ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇങ്ങനെയൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ തുണിയും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഇത്രയും ലെങ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. ഇതെന്നിട്ട് ഇവിടെയുമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായ അകലത്തിൽ വെക്കുക. കഴിയുന്നതും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനൊരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗവും സ്ക്വയർ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കിച്ചൺ ടവൽ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പൊതുവേ ഇത് കടയിൽ നിന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനവും കൂടിയാണ്. അപ്പോൾ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കട്ട് പീസുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഭംഗിയുള്ള കിച്ചൺ ടവൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പോർഷനിൽ കണ്ടോ, നമുക്ക് അത്യാവശ്യം, അതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടി തയ്ക്കാഞ്ഞത്. അത്യാവശ്യം നമുക്ക് 2-3 സ്പൂണോ ഒക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം, പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കട്ട് പീസിൽ നിന്നും കുറച്ച് തുണികൾ ഇതുപോലെ ഒരേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും വരുന്ന, കണ്ടോ, 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും വരുന്ന പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പല തുണികളിൽ നിന്നാണ്, പല കട്ട് പീസുകളിൽ നിന്നാണ്. ഇതിനെ നമ്മളൊന്ന് കൂട്ടി തയ്ക്കുന്നത്. ഇതിൻ്റെ മീതേക്ക് ഒരെണ്ണം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ മീതേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ
3 പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അങ്ങനെ നമ്മളിത് 3 പീസും ഇതുപോലെ ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആദ്യത്തെ പീസിൻ്റെ മീതേക്ക് രണ്ടാമത്തെ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇതേപോലെ തന്നെ അടുത്ത പീസും ഈ പീസിൻ്റെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ മീതേക്ക് ഈ പീസ് വെച്ച് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ നമ്മളിത് ആ ഓരോ പീസും കണ്ടോ ഇങ്ങനെ മീതെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു പീസോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ തുണിയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇതേ വലിപ്പത്തിൽ ഒരു ക്ലോത്ത് കൂടി എടുക്കുക. ഞാൻ ഇതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു പീസും ഇതുപോലെ അത് നീളത്തിലുള്ള കുറച്ച് കട്ട് പീസുകളായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിലേക്ക് ഞാൻ കുറച്ച് കട്ട് പീസുകൾ ഇങ്ങനെ നിരത്തി വെക്കുന്നു. ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊരു മൊട്ടുസൂചി ഉപയോഗിച്ച് വല്ലതും കുത്തി വെച്ചിട്ട് നമുക്കിതുപോലെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിൽ കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൽ കൂടി തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിനി ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് പീസ് ഇതിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മറുഭാഗം ഇങ്ങനെ ഇരിക്കും. ഒരു സ്റ്റിച്ച് കൂടി ഇങ്ങനെയും കൂടി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മളിത് ഈ തയ്ച്ച ഈ പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് 4 സൈഡും ഒന്ന് ലെവലാക്കി വെച്ചിട്ട് ഇതിൻ്റെ മീതെ കൂടി ഈ 4 സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് പീസ് എടുത്തത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറു സൈഡിലേക്ക് തിരിച്ച് ഇതുപോലെ ഇത് ഉള്ളിലേക്ക് ഒന്നുകൂടി മടക്കി ഇങ്ങനെ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ സ്റ്റിച്ച് പുറത്ത് കാണത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെയും കൂടി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോർണറിലും 4 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ 4 സൈഡിലും ഞാൻ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡിലും 2 ഡിസൈനാണ് വരുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് പീസുകളല്ലേ ഇത്. അതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇതുപോലെ പാത്രമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. നമ്മൾ എത്രയായാലും ഇത് കടയിൽ നിന്നും നല്ല വില കൊടുത്താണ് ഇതുപോലെയുള്ള ടേബിൾ മാറ്റുകൾ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ഒരു വരുമാന മാർഗവും വീട്ടമ്മമാർക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ ശരിക്കും നമ്മുടെ കയ്യിലുള്ള കട്ട് പീസുകൾ കൊണ്ട് ചെറിയൊരു വരുമാന മാർഗവുമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ ഒരു സിമ്പിൾ ഐഡിയയാണ്. വലിയ സ്റ്റിച്ചിങ് ഒന്നുമില്ല കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നമ്മുടെ ഷർട്ടിൻ്റെ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ ഒരു സ്ലീവാണ്. അപ്പോൾ ഞാൻ ഷർട്ടിൻ്റെ കുറേ റീയൂസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു സ്ലീവാണിത്. നമുക്കിതിൻ്റെ ഈ ഭാഗം താഴത്തെ വരുന്ന ഈ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഇവിടെ ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഫ്ലാപ്പ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒരു അയൺ ബോക്സോ അല്ലെങ്കിൽ ഇതുപോലെ വയറുള്ള ഏത് ഉപകരണമാണെങ്കിലും ശരി കേട്ടോ. നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വയറൊക്കെ ഇങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളത് പ്ലഗ് പോയിന്റിൽ തന്നെ വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതും അപകടമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബെൽറ്റ് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ അയൺ ബോക്സ് ഇരുന്നോളും. എവിടെയെങ്കിലും വെക്കാനാണെങ്കിലും ഇതിങ്ങനെ തൂങ്ങിക്കിടക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഹാൻഡിലുള്ള ബീറ്ററോ ഇതുപോലെയുള്ള ഏത് സാധനങ്ങളും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ വലിയ ഷർട്ടാണെങ്കിൽ ഇത്രയും നീളം വേണ്ടി വരില്ല. അപ്പോൾ നമ്മളിത് ഈ ബട്ടൺ ഇളക്കി ഇതിങ്ങനെ വെച്ച് നോക്കുക. ഇതും കൂടി കൂട്ടിപ്പിടിച്ച് എത്ര വേണം എന്നൊന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ഈ ബട്ടൺ ഇളക്കി ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കുക എന്നൊരൊറ്റ സ്റ്റിച്ചിങ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കിങ്ങനെ ഫ്ലാപ്പ് ഇട്ട് വെക്കാം. ചെറിയ സ്ലീവ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല, വലുതാണെങ്കിലും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള എല്ലാ ഉപകരണങ്ങൾക്കും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഐഡിയാസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്കൊട്ടും ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിൽ വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് ഇവയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.